ക്വസ്റ്റ്യൻ. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം എഡ്യൂക്കേഷണൽ സൈക്കോളജി, അപസാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി, ചികിത്സാ മനഃശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജി, കുറ്റകൃത്യ മനഃശാസ്ത്രം ക്രിമിനൽ സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യൂ. വളരെ കുറച്ച് പേരുടെ ആൻസേഴ്സ് മാത്രമാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കമന്റ് ചെയ്യൂ. ഓൾറൈറ്റ്, നമുക്ക് ആൻസർ നോക്കാം. ഏതാണ്? അപസാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി. എന്താണ് പ്രയുക്ത മനഃശാസ്ത്രത്തിന്റെ മീനിങ്? അപ്ലൈഡ് സൈക്കോളജി അല്ലെ? ഇതിൽ ഏതാണ് അപ്ലൈഡ് സൈക്കോളജിയിൽ ഉൾപ്പെടാത്തത് എന്നായിരുന്നു ചോദ്യം. അതിന്റെ ആൻസർ അപസാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജിയാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4.50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷയുടെ ഏത് വ്യാപാരഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് പരിമിതിയിലാണ് ഉള്ളത്? പ്രത്യാവർത്തന ചിന്ത, കൺസർവേഷൻ, പ്രതീകാത്മക ചിന്തനം, സചേതന ചിന്ത. ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യൂ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാലോ. പ്രത്യാവർത്തന ചിന്തയാണ് ആൻസർ. ഓക്കെ, പ്രത്യാവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സിബിലിറ്റി അല്ലെ? തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അതാണ് പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് കൺസർവേഷൻ? ഏതെങ്കിലും ഒരു വസ്തു രൂപാന്തരീകരണത്തിന് വിധേയമാകുകയാണെങ്കിൽ അവയ്ക്ക് പഴയ അളവ് ഉണ്ട് എന്നുള്ള ധാരണ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രതീകാത്മക ചിന്തനം എന്ന് വെച്ചാൽ എന്താണ്? ജീവികളുടെ പ്രത്യേകതകൾ വസ്തുക്കളിൽ ആരോപിക്കുന്നു, അതിനെയാണ് പ്രതീകാത്മക ചിന്തനം എന്ന് പറയുന്നത്. അതായത് കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തലയണയൊക്കെ എന്താണ് കുട്ടിയായിട്ട് പിള്ളേരൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ? തലയണയെ കുട്ടിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടൊക്കെ കളിക്കും അല്ലെ? പിന്നെ സചേതന ചിന്ത എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്നും ജീവികളുടെ പ്രത്യേകത ഉണ്ട് എന്നുള്ള ചിന്തയാണ് സചേതന ചിന്ത എന്ന് പറയുന്നത്. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചോദകം ഏത്? നിങ്ങൾ ഓൾറെഡി ആൻസർ കണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, കമന്റ് ചെയ്തോളൂ. റോഷ മഷിയൊപ്പ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദാനുബന്ധ പരീക്ഷ, വിരൽ വേഗ പരീക്ഷ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയാ, ഈ ഏറ്റവും നിങ്ങൾക്ക് ഈ എക്സാമിനൊക്കെ വരാൻ പറ്റുന്നതിൽ ഏറ്റവും ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ഈ 4 ഏതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അഭിക്ഷമത പരീക്ഷ ഏതാണ്? അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചോദകം ഏത് എന്നാണ് ചോദ്യം. ഏതാണെന്ന് വേഗം കമന്റ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. വിരൽ വേഗത പരീക്ഷ അല്ലെങ്കിൽ FDT ആണ് അതിന്റെ ആൻസർ. ഇനി എന്താണ് റോഷ മഷിയൊപ്പ് പരീക്ഷ? ദ്വിപാർശ്വ സാദൃശ്യത്തിലുള്ള 10 മഷിയൊപ്പുകൾ ഉപയോഗിച്ച് എന്താണ് വ്യക്തിത്വത്തെ അളക്കുന്ന അല്ലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സിലൊക്കെ ഉൾപ്പെടുന്നതാണ് റോഷ മഷിയൊപ്പ് പരീക്ഷകൾ എന്ന് പറയുന്നത്. ഇനി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടാറ്റ് എന്താണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ച് അതിനിടയായിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പം അതുവഴി എന്താണ് നമുക്ക് വ്യക്തികളുടെ വ്യക്തിത്വത്തിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടാറ്റ്. ഇനി എന്താണ് WAT? അതെന്താണ്? വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചില പ്രത്യേക പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ പൂർത്തിയാക്കുന്നു. അതായത് ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഫാദർ എന്നൊരു വാക്ക് തരികയാണ്, അപ്പൊ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് നമ്മൾ എഴുതുന്നു. അത് വെച്ചിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ഒക്കെ അസസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പദാനുബന്ധ പരീക്ഷ അല്ലെങ്കിൽ WAT എന്ന് പറയുന്നത്. ഓക്കെ, വിരൽ വേഗ പരീക്ഷ എന്താണ്? അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമുക്ക് എത്രത്തോളം സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഹാൻഡിന്റെ സ്പീഡാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ്
അഭിപ്രായപ്പെടുന്നു. താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. വാചാലത, വഴക്കം, ഭംഗി, മൗലികത. വാചാലത, വഴക്കം, ഭംഗി, പുതുമ. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം, ഒഴുക്ക്, വഴക്കം, ഭംഗി, പുതുമ. ഇതിലേതാണ് എന്താണ് ടോറൻസ് അഭിപ്രായപ്പെടുന്നതനുസരിച്ചുള്ള സർഗാത്മകതയുടെ 4 ഘടകങ്ങൾ? അതാണ് ചോദ്യം. ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. എല്ലാവരും കമന്റ് ചെയ്യൂട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി, ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കാട്ടോ. സോ മിക്കവാറും ഇങ്ങനെ എക്സാമിന് ഇങ്ങനത്തെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം, റിയാലിറ്റി പ്രിൻസിപ്പിൾ, സന്മാർഗ തത്വം, മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവ ആണ്? ഓപ്ഷൻ എ, ഇത് ഈഗോ. ഓപ്ഷൻ ബി, ഈഗോ ലിബിഡോ. ഓപ്ഷൻ സി, ഈഗോ സൂപ്പർ ഈഗോ. ഓപ്ഷൻ ഡി, ഇത് ലിബിഡോ. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? റിയാലിറ്റി പ്രിൻസിപ്പിളും മൊറാലിറ്റി പ്രിൻസിപ്പിളും അല്ലെങ്കിൽ യാഥാർത്ഥ്യ തത്വവും സന്മാർഗ തത്വം ഏതാണ് എന്നാണ് ചോദ്യം. ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. എല്ലാവരും കമന്റ് ചെയ്യൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ക്ലാസ്സിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് എത്ര ഇത് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വന്നു എന്ന്. എല്ലാവരും കമന്റ് ചെയ്യൂ. ആൻസേഴ്സ് ഇത് ഈഗോ ആണോ, ഈഗോ ലിബിഡോ ആണോ, ഈഗോ സൂപ്പർ ഈഗോ ആണോ, ഇത് ലിബിഡോ ആണോ കറക്റ്റ് ആൻസർ? ഫ്രോയിഡിന്റെ അഭിപ്രായത്തില് ഏതാണ് യാഥാർത്ഥ്യ തത്വം, പിന്നെ സന്മാർഗ തത്വം, റിയാലിറ്റി പ്രിൻസിപ്പിൾ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഈഗോ സൂപ്പർ ഈഗോ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഒരുപാട് പേരും കറക്റ്റ് ആൻസർ തന്നെയാണ് കമന്റ് ചെയ്തത്. ഇനി എന്താണ് ഇഡ്? ഇഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആണ് അല്ലെ. അതായത് ഒരു വ്യക്തിക്ക് ആനന്ദം നൽകുക. അതാണ് ഇഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി ഈഗോ എന്താണ്? ഈഗോ എന്ന് പറയുന്നത് എന്താണ്? റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. അതായത് പിന്നെ ഈഗോയ്ക്ക് മറ്റൊരു ചോദ്യം വരാനുള്ള മറ്റൊരു കാരണം, ഒരു പോയിന്റ് കൂടെ ഉണ്ട്. മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നതും ഏതാണ്? ഈഗോയാണ്. മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നതും ഈഗോയാണ്. ഇനി എന്താണ് സൂപ്പർ ഈഗോ? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയിൽ അധിഷ്ഠിതമാണ്. അതായത് മനസാക്ഷിയിൽ അധിഷ്ഠിതമായിട്ടാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. ഇനി എന്താണ് ലിബിഡോ? ലിബിഡോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യൂ. ഇതൊരു റിവിഷൻ സെഷൻ പോലെ ആട്ടോ. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എക്സാമിന്. അപ്പം ഓക്കെ, എല്ലാരും കമന്റ് ചെയ്യൂ. എന്താണ് ലിബിഡോ? യെസ്, സ്വാതി, നൂർജഹാൻ, ഓക്കെ, യെസ്, റൈറ്റ് ആൻസർ ആണ്. ഒരു വ്യക്തിയിൽ എല്ലാവിധ മാനസിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ശക്തി പ്രദാനം ചെയ്യുന്ന മാനസിക ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിബിഡോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. ആദ്യത്തേതാണ് എന്താണ്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. പിന്നെ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. പിന്നെ നമ്മുടെ ഇലക്ട്ര കോംപ്ലക്സ്, പിന്നെന്താണ്? ഇഡിപ്പസ് കോംപ്ലക്സ്. ഈ വാക്കുകൾ മാതൃകാമന, പിതൃകാമന. പിന്നെന്താണ്? മറ്റേ 5 സ്റ്റേജസ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിന്റെ 5 സ്റ്റേജസ് ഓർത്തു വെക്കണം. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്. ആ സ്റ്റേജസ് നിങ്ങൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ഓർത്തു വെക്കണം. ആ ഓരോ സ്റ്റേജസിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഫ്രോയിഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത്? ഇതിലെ ഏതാണ് കറക്റ്റ് പെയറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ കേട്ടോ. സൈക്കോ അനാലിസിസ്
ആട്ട്ലർ. അനലിറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ്. പേഴ്സണൽ സെന്റേർഡ് തെറാപ്പി കാൾ യൂങ്. കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബേക്ക്. ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ? അതാണ് ചോദ്യം. എല്ലാവരും കമന്റ് ചെയ്യൂ. വളരെ കുറച്ച് ഒരാൾ മാത്രമാണ് ഇപ്പൊ കമന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കമന്റ് ചെയ്യൂ. ശ്രദ്ധിച്ച് കമന്റ് ചെയ്യണം, കാരണം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. സൈക്കോ അനാലിസിസ് ആട്ട്ലർ. അനലിറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ്. പേഴ്സൺ സെന്റേർഡ് തെറാപ്പി കാൾ യൂങ്. കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബേക്ക്. ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ? അതാണ് ചോദ്യം. മിക്സഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വരുന്നത്. ചിലരൊക്കെ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, എന്നാലും കൂടുതൽ പേരും റോങ് ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബേക്ക്, അതായത് കോഗ്നിറ്റീവ് തെറാപ്പി എന്നുള്ള കൗൺസിലിംഗ് രീതിയുടെ സ്ഥാപകൻ ആറോൺ ബേക്ക് ആണ്. ഇനി സൈക്കോ അനാലിസിസ് ആരാണ്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഫൗണ്ടിങ് ഫാദർ? ഒന്ന് കമന്റ് ചെയ്യൂ അറിയാവുന്നവര്. സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടിങ് ഫാദർ ആരാണെന്ന് കമന്റ് ചെയ്യൂ. ഞാനൊരു ക്ലൂ തരാം. നമുക്ക് എല്ലാം അറിയാവുന്ന, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന, കുറച്ചു മുമ്പേ പോലും നമ്മൾ ഡിസ്കസ് ചെയ്ത ആളാണ്. യെസ്, ആതിര, നൂർജഹാൻ, സ്വാതി. നിങ്ങളൊക്കെ പറഞ്ഞ ശരിയാണ്, ഫ്രോയിഡ് ആണ് കറക്റ്റ്. ഇനി അനലിറ്റിക്കൽ തെറാപ്പി ആരാണ്? കമന്റ് ചെയ്യൂ. അനലിറ്റിക്കൽ തെറാപ്പി ഇയാളെ, ഇതും ഞാൻ പറഞ്ഞുതരാം. ഈ വ്യക്തിയെ കുറിച്ചും ഈ തിയറിസ്റ്റിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേഴ്സണാലിറ്റിയുടെ ഒക്കെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. യെസ്, ഒരാള് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ടുപേരും കൂടെ പറയൂ. യെസ്, നിഹിലയുടെ റൈറ്റ് ആൻസർ ആണ്. കാൾ യൂങ് ആട്ടോ അനലിറ്റിക്കൽ തെറാപ്പിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് കാൾ യൂങ് ആണ്. മേഘ കറക്റ്റ്. ഇനി പേഴ്സൺ സെന്റേർഡ് തെറാപ്പി ആരാണ് അതിന്റെ ഫൗണ്ടിങ് ഫാദർ? കമന്റ് ചെയ്യൂ. ഇതും നമുക്ക് പേഴ്സണാലിറ്റിയുടെ ഭാഗത്ത് പഠിക്കാനുള്ള തിയറിസ്റ്റ് ആണ്. നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ജയലക്ഷ്മി, അലീസ, നിഹില. യെസ്, കറക്റ്റ്. കാൾ റോജേഴ്സ് ആട്ടോ പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയുടെ എന്താണ് ഫൗണ്ടിങ് ഫാദർ എന്ന് പറയുന്നത് കാൾ റോജേഴ്സ് ആണ്. മേഘ കറക്റ്റ്. സോ സൈക്കോ അനാലിസിസിന്റെ കറക്റ്റ് ആൻസർ ആരാണ്? ഫ്രോയിഡ് ആണ്. അനലിറ്റിക്കൽ തെറാപ്പി കാൾ യൂങ്. പേഴ്സൺ സെന്റേർഡ് തെറാപ്പി കാൾ റോജേഴ്സ്. കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബേക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബേസിക് ക്വസ്റ്റ്യൻ, വെരി ബേസിക് ക്വസ്റ്റ്യൻ. ഒന്നും ആലോചിക്കാനില്ല. ചെടയെന്ന് എല്ലാവരും ഉത്തരം പറയൂ. യെസ്, ഒരുപാട് പേര്, എല്ലാരും തന്നെ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതാന്ന് നോക്കാം. വില്യം വൂണ്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? എ പരാജയ ഭീതി, ബി മത്സരം, സി അഭിരുചി, ഡി ഇവയെല്ലാം. ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. അഭിപ്രേരണ എന്താണ്? അഭിപ്രേരണ മോട്ടിവേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതാണ് ചോദ്യം. പരാജയഭീതി, മത്സരം, അഭിരുചി, ഇവയെല്ലാം. യെസ്, ഇതൊക്കെ എന്താണ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഇയർ. ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. യെസ്, ആൻസേഴ്സ് ഓൾമോസ്റ്റ് ശരിയാണ്. ഇവയെല്ലാം, ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്? മോട്ടിവേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി ചോദിക്കാം, അഭിപ്രേരണ എത്ര തരമാണുള്ളത്? എത്ര തരം അഭിപ്രേരണയാണുള്ളത്? ജയലക്ഷ്മി പറഞ്ഞത് ശരിയാണ്, 2 തരം. ജയലക്ഷ്മി, സ്വാതി, ബിബിത, ഷീജ കറക്റ്റ്. ചിഞ്ചു, മേഘ, സപ്ന കറക്റ്റ് ആണ്. ഇനി ഏതൊക്കെയാണത്? അതിന്റെ പേര് പറയൂ. ആ 2 തരത്തിന്റെ പേര് പറയൂ. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. അതിന്റെ മലയാളം പേരെന്താണ്? ബാഹ്യ അഭിപ്രേരണയും തുഷാര കറക്റ്റ്. എന്താണ് മറ്റതിന്റെ? ബാഹ്യവും ആന്തരികവും ആയിട്ടുള്ള. മേഘ കറക്റ്റ് ആണ്. ബാഹ്യ അഭിപ്രേരണ, ആന്തരിക അഭിപ്രേരണ. ഓക്കെ, കറക്റ്റ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ആണ്. ബാഹ്യ അഭിപ്രേരണയുണ്ട്,
പിന്നെന്താണ്? ആന്തരിക അഭിപ്രേരണയുണ്ട്. ബാഹ്യ അഭിപ്രേരണ എന്താണ്? പുറത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് മോട്ടിവേഷന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ആന്തരിക അഭിപ്രേരണ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡി ആണ് കറക്റ്റ് ആൻസർ. അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയാണ്? ആവർത്തനം, ഓർമ്മ, ചാർക്കികാരോഹണം, ചാക്രികാരോഹണം, സഹവർത്തിത്വം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ചാക്രികാരോഹണമാണ്, അല്ലെ? എന്താണ് ചാക്രികാരോഹണം? സ്പൈറൽ അപ്രോച്ച് എന്ന് പറയും, അല്ലെ? നമുക്ക് അറിയാം സ്പൈറൽ അപ്രോച്ച് കേട്ടിട്ടുണ്ട്, അല്ലെ? ആരാണ് സ്പൈറൽ അപ്രോച്ചിന്റെ? സ്പൈറൽ അപ്രോച്ച് എന്താണ്? ഇങ്ങനെയുള്ള സംഭവമാണ്. ആദ്യമേ നമുക്കൊരു ബേസിക് ഐഡിയ തരുന്നു, പിന്നെ അതിന്റെ ഹയർ വേർഷനിലേക്ക് പോകുന്നു. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് പറഞ്ഞുതരിക. പിന്നെ നെക്സ്റ്റ് ലെവലിൽ അതിന്റെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത്, പിന്നെ അതിന്റെ അടുത്ത ലെവലിൽ അതിന്റെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത്. അതായത് സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകുന്നതിനാണ് നമ്മൾ ചാക്രികാരോഹണം അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ജാസ്മിൻ, നിഖില, തുഷാരോ ഒക്കെ പറഞ്ഞ കറക്റ്റ് ആണ്. ബ്രൂണർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബ്രൂണർ ആണ് ആ ആശയം മുന്നോട്ട് വെച്ചത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എറിക്സന്റെ അഭിപ്രായത്തിൽ ആദി ബാല്യം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? എറിക്സൺ സ്വാശ്രയത്വം, സംശയം, അധ്വാനം, അപഹർഷത, മുൻകൈയെടുക്കൽ, കുറ്റബോധം, വിശ്വാസം, അവിശ്വാസം. ഇതില് ഏത് ഘട്ടത്തിലാണ് ആദി ബാല്യം വരുന്നത് എന്നാണ് ചോദ്യം. എറിക്സൺ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മുൻകൈ എടുക്കൽ കുറ്റബോധമാണ് കറക്റ്റ് ആൻസർ. ഇനി ചോദിക്കട്ടെ, എറിക്സൺ എത്ര ഘട്ടമാണ് പറഞ്ഞിരിക്കുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റിന്, സാമൂഹിക വികാസത്തിന് എത്ര ഘട്ടമാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്നത്? യെസ്, 8 ഘട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, ആദി ബാല്യം എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വയസ്സ് വരെയാണ് വരുന്നത്? ആദി ബാല്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ഏത് മുതൽ എത്ര വയസ്സ് വരെയാണ് വരുന്നത്? 3 to 6. തുഷാര റൈറ്റ് ആൻസർ. ഓക്കെ, ജയലക്ഷ്മി, തുഷാര, റീനു. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വ്യക്താന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? തന്നെ കുറിച്ചുള്ള ബോധം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. വ്യക്താന്തര ബുദ്ധി. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കമന്റ് ചെയ്യാം. ഓക്കെ, ഒരുപാട് പേരും റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. തന്നെ കുറിച്ചുള്ള ബോധം, അല്ലെ? ഇൻട്രാ പേഴ്സണൽ, അല്ലെ? തന്നെ കുറിച്ചുള്ള ബോധത്തിനെയാണ് നമ്മൾ വ്യക്താന്തര ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രാഹം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത്? എ ശാരീരിക ആവശ്യങ്ങൾ, ബി സുരക്ഷിതത്വം, സി സ്നേഹം, ഡി തത്വാവിഷ്കാരം. എളുപ്പമുള്ള ചോദ്യമാണ്, പറഞ്ഞോളൂ. ആൻസേഴ്സ് പറഞ്ഞോളൂ. യെസ്, ഒരുപാട് പേരുടെയും റൈറ്റ് ആൻസർ ആണ്. നമുക്ക് ആൻസർ നോക്കാം. തത്വാവിഷ്കാരമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ചോദ്യം ചോദിക്കട്ടെ. അബ്രാഹം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഹൈറാർക്കി അബ്രാഹം മാസ്ലോ പറഞ്ഞിരിക്കുന്നത്? എത്ര ആവശ്യങ്ങളെയാണ് പ്രധാനമായിട്ട് അബ്രാഹം മാസ്ലോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? പറയൂ, കമന്റ് ചെയ്യൂ. 5 ആവശ്യങ്ങൾ, അല്ലെ? ഓക്കെ, ഏറ്റവും ബേസിക് നീഡ്സ് ഏതാണ്? ബേസിക് നീഡ്സ് ഏതാണ്? ശാരീരിക ആവശ്യങ്ങളാണ് ബേസിക് നീഡ്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സേഫ്റ്റി, സുരക്ഷയെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ആണ് ബിബിത. സ്നേഹം, സ്വന്തം മതബോധം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജിൽ വരുന്ന ഏതാണ്? റെസ്പെക്ട്, ആത്മബഹുമാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഏറ്റവും അവസാനത്തെയാണ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് ഏത്? തത്വാവിഷ്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. പിന്നെ അബ്രാഹം മാസ്ലോ പറയുന്നുണ്ട്, അതായത് ഒരിക്കലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ആത്മസാക്ഷാത്കാരത്തിൽ എത്തുന്നത്, മറിച്ച് ഓരോ ആൾക്കാരും അവരവരുടെ ടാലന്റില് ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും ആത്മസാക്ഷാത്കാരം ലഭിച്ചു അല്ലെങ്കിൽ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് അബ്രാഹം മാസ്ലോ പറഞ്ഞിരിക്കുന്നത്.
ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അബ്രഹാം മാസ്ലോ പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കാൻ പല അപ്രോച്ചസ് ഉണ്ടെന്ന് അറിയാം അല്ലെ, പല സമീപനങ്ങൾ ഉണ്ടെന്ന് അറിയാം. ഇനി അബ്രഹാം മാസ്ലോയുടെ സമീപനം ഏതായിരുന്നു, അല്ലെങ്കിൽ ഏത് അപ്രോച്ചിലാണ് അബ്രഹാം മാസ്ലോ ഉൾപ്പെടുന്നത്? മാനവികത, നിഖില കറക്റ്റ് നൂർജഹാൻ, ഹ്യൂമനിസം, മേഘ. അതെ, മാനവികത സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസത്തിലാണ്, ആ ഒരു കാറ്റഗറിയിലാണ് അബ്രഹാം മാസ്ലോ ഉൾപ്പെടുന്നത്. ഓക്കെ, ആ ഹ്യൂമനിസത്തിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു തിയറിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? പേഴ്സണാലിറ്റിയുടെ പോർഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആരാണ്? കാൾ റോജേഴ്സ്. യെസ്, നിഖില, നൂർജഹാൻ, ഷീജ കറക്റ്റ്. കാൾ റോജേഴ്സ് ആണ് ആൻസർ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷക അല്ലെങ്കിൽ ട്രേറ്റിന് ആൽപോർട്ട് നൽകുന്ന പേര്. കേന്ദ്ര സവിശേഷതകൾ അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ്സ്, മുഖ്യ സവിശേഷതകൾ കാർഡിനൽ ട്രേറ്റ്സ്, ദ്വിതീയ സവിശേഷതകൾ സെക്കൻഡറി ട്രേറ്റ്സ്, ബാഹ്യ സവിശേഷതകൾ സർഫസ് ട്രേറ്റ്സ്. ഏതാണ്?